ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. കൃഷിക്കും സാമൂഹിക ക്ഷേമത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന വികസന പദ്ധതിയുടെ കരട് രേഖയ്ക്ക് ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ അംഗീകാരം നൽകി. പട്ടികവർഗ ഊരുകളിൽ ഊരുകൂട്ട വോളണ്ടിയർമാരെ നിയോഗിക്കുക, സിവിൽ സർവീസ് പരിശീലനം നൽകുക, ഉപാധിരഹിത പട്ടയം അനുവദിക്കുക എന്നീ നിർദ്ദേശങ്ങൾ കരട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാടശേഖരങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം, പുറംബണ്ട് ബലപ്പെടുത്തൽ, സോളാർ പമ്പ് സ്ഥാപിക്കൽ, ഫാമുകളുടെ വികസനം, വാഴ പച്ചക്കറി കൃഷികൾക്ക് സഹായം, കോഴ ഫാമിൽ ഫാം ടൂറിസം എന്നീ പദ്ധതികൾ കാർഷിക മേഖലയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയുടെ പുനരുദ്ധാരണം, സൗര തെരുവുവിളക്കുകളുടെ സ്ഥാപനം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നിവർക്കായും പദ്ധതികളുണ്ട്. വികസന സെമിനാർ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മാതങ്കി സത്യമൂർത്തി, ഡോക്ടർ യു ഷംല, ലിസി വർഗീസ്, രശ്മി രഘുനാഥ് എന്നിവരെ ആദരിച്ചു. ജില്ലാ നാർക്കോട്ടിക് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സ്വയം പ്രതിരോധ പരിശീലനവും സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് വനിതാ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന ഓഫീസ് സംഘടിപ്പിച്ച ജില്ലാതല ഡിബേറ്റ് മത്സരത്തിൽ കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജിലെ ഗൗരി നന്ദന, വി എസ് അതുല്യമോൾ എന്നിവരടങ്ങുന്ന ടീം ഒന്നാം സ്ഥാനം നേടി. ജില്ലയിൽ 18,705 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുന്നു. 256 സ്കൂളുകളിലായി 9,179 ആൺകുട്ടികളും 9,526 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. കോട്ടയം കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂളിലാണ് ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, 393 പേർ. പുന്നത്തുറ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് ഏറ്റവും കുറവ് കുട്ടികൾ, 3 പേർ. കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതിയായ ഗോസമൃദ്ധി ഇൻഷുറൻസ് ജില്ലയിൽ ആരംഭിച്ചു. കന്നുകാലികളുടെ മരണം മൂലമുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്ന പദ്ധതിയാണിത്. പ്രതിദിനം 7 ലിറ്റർ പാൽ നൽകുന്ന 2 മുതൽ 10 വയസ്സുവരെ പ്രായമുള്ള പശുക്കളെയും എരുമകളെയും പദ്ധതി അനുസരിച്ച് ഇൻഷുർ ചെയ്യാം. മാലിന്യമുക്തം നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ ശാസ്ത്രി റോഡിലും നാട്ടകം ബൈപ്പാസ് റോഡിലും ചെടികൾ വച്ചുപിടിപ്പിക്കുന്നു. ശാസ്ത്രി റോഡിന്റെ ആരംഭം മുതൽ ലോഗോസ് ജംഗ്ഷൻ വരെ റോഡിന്റെ ഡിവൈഡറുകളിൽ ചെടിച്ചട്ടികൾ സ്ഥാപിക്കും. ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകളുടെ കൈവരികളിൽ വള്ളിച്ചെടികളും നട്ടുപിടിപ്പിക്കും. പുളിനാക്കൽ പള്ളി മുതൽ സിമന്റ് കവല വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരത്താണ് നാട്ടകം ബൈപ്പാസിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കടന്തേരി എന്ന ബ്രാൻഡ് നെയിമിൽ വിപണിയിലെത്തിക്കും. മന്ത്രി പി പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 7 പഞ്ചായത്തുകളിലായി 274 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന സ്വപ്നക്കൂട് പദ്ധതിക്ക് തുടക്കമായി. എരുമേലി, പാറത്തോട്, മുണ്ടക്കയം, മണിമല, കൂട്ടിക്കൽ, കോരിത്തോട്, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തുകളിലാണ് പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ച് നൽകുക. 4 ലക്ഷം രൂപ ഒരു വീടിന് നൽകും. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം മുറിയുടെയും മോർച്ചറിയുടെയും നിർമ്മാണം പൂർത്തിയായി. ഒരു ആധുനിക പോസ്റ്റ്മോർട്ടം ടേബിളും ഒരു മാനുവൽ ടേബിളും പുതിയ പോസ്റ്റ്മോർട്ടം മുറിയിലുണ്ട്. 8 മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യവുമുണ്ട്. ചങ്ങനാശ്ശേരിയിൽ പുതിയ KSRTC ബസ് സ്റ്റാൻഡിന് തറക്കല്ലിട്ടു. 905 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 2 നിലകളിലായി 7.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. മന്ത്രി KB ഗണേഷ് കുമാർ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹായത്തോടെ കോട്ടയം ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേള ഈ മാസം 14 തുടങ്ങും. 18 വരെ കോട്ടയം അനശ്വര തിയേറ്ററിലാണ് മേള നടക്കുക. ജില്ലാ വൃത്താന്തം സമാപിച്ചു.